ഹായ്, എക്ലേബ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത് ഇമോഷണൽ അവൈലബിലിറ്റി ഉള്ള ആക്ടേഴ്സാണ് ഗ്രേറ്റ് ആക്ടേഴ്സായിട്ട് മാറുന്നത് എന്നാണ്. അപ്പോൾ ഈ ഇമോഷണൽ അവൈലബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, എക്സസൈസുകളിലൂടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇമോഷണൽ അവൈലബിലിറ്റി ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധ്യമാണോ? നോക്കൂ, നമ്മളൊരു സെറ്റിൽ നിൽക്കുവാണ്, ഡയറക്ടർ ആക്ഷൻ പറയുന്നു, നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നോക്കൂ, സിനിമയിൽ വളരെ ചെറിയ സമയമാണ്, സെക്കൻഡുകളാണ് ഒരു ഷോട്ട് ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ മിനിറ്റുകൾ നീണ്ട ഒരു ഷോട്ടായിരിക്കാം. അതിനുള്ളിൽ, ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ കഥാപാത്രത്തിൻ്റെ ഇമോഷനിലേക്ക് പകർന്നാടേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അത് പല വ്യത്യസ്തമായ ഇമോഷൻസ്, ആങ്കർ, സാഡ്, ഫിയർ, ലവ്, എനി ഇമോഷൻസ്, അതെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണോ എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്കവാറും തുടക്കക്കാരായിട്ടുള്ള ആക്ടേഴ്സ് ചെയ്യാൻ ഉള്ള സാധ്യത എന്താ വെച്ചാൽ ഫോഴ്സ്ഫുള്ളി ആ ഇമോഷനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഫോഴ്സ്ഫുള്ളി ഒരു ഇമോഷനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമ്മൾ ആങ്കർ എന്ന് പറയുമ്പോഴേക്കും മലറി വിളിക്കാൻ തുടങ്ങും, ശബ്ദമൊക്കെ അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും ശരീരം. അതല്ലെങ്കിൽ സാഡ്നെസ് എന്ന് പറയുമ്പോഴേക്കും കവിളുകളൊക്കെ വല്ലാതെ ചലിപ്പിച്ചുകൊണ്ട് കരയാനായിട്ട് തുടങ്ങും. അതല്ലെങ്കിൽ എന്താ പറയുക, ഫിയർ എന്ന് പറയുമ്പോഴേക്കും ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങും, തലയൊക്കെ ആട്ടി എന്ന് പറയുന്ന ഭയത്തെ കാണിക്കാനായിട്ട് തുടങ്ങും. യു ആർ ഫോഴ്സിങ് ഇമോഷൻ. Emotional availability does not mean forcing emotion. Remove that resistance towards emotions. ഇമോഷനോട് നമുക്ക് ഒരു വേണ്ട എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ള മാറ്റമാണ്. അതെങ്ങനെയാണ്? നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കുക. ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആദ്യമേ കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടിരിക്കുക. എല്ലാ ഒബ്സ്റ്റക്കിൾസ് കടന്നു വരുന്നതിനെയും മാറ്റിക്കൊണ്ട് ഒളിച്ചോടാതെ അതിനെ നേരിടാനായിട്ട് കഴിയുക. ഈ അവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാണ്ട് യു ഡോണ്ട് ക്രിയേറ്റ് ഇമോഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ട. യു ക്രിയേറ്റ് ദാറ്റ് സിറ്റുവേഷൻ. നിങ്ങളൊരു സാഹചര്യത്തെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാഹചര്യത്തെ നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതായത് ഒന്നാമത് അവയർനെസ്. നമ്മളെക്കുറിച്ചും ഇന്നർ വേൾഡിനെ കുറിച്ചും ഔട്ടർ വേൾഡിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ആക്ടേഴ്സിന് ഉണ്ടാവണം. അവനവനെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് പെർമിഷൻ. നോക്കൂ, നിങ്ങൾ ഇല്ല, ഞാൻ അതിനെ സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു പരിചയം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ഇമോഷൻ നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നില്ല. സോ ലെറ്റ് ഇറ്റ് കം. അതിനെ കടന്നു വരാൻ അനുവദിക്കുക, പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പ്രസൻസ് എന്നുള്ളതാണ്. ഈ മൊമെൻറ്റിലാണ് ഞാൻ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് എന്നുള്ള ആ ബോധത്തിൽ നിൽക്കാനായിട്ട് സാധിക്കണം. അതല്ലെങ്കിൽ മിക്കപ്പോഴും നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ മൈൻഡ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കഥാപാത്രം നിൽക്കുന്നത് എവിടെയാണ്? ഈവൻ ഒരു ചരിത്ര പുരുഷനായി കഴിഞ്ഞാൽ പോലും അയാളുടെ അന്നത്തെ പ്രസൻറ്റിലാണ് അയാൾ നിൽക്കുന്നത്. അതാണ് നമ്മൾ അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ പ്രസൻറ്റിനെ കൊണ്ടുവരേണ്ട നമ്മുടെ പ്രസൻറ്റിനെ പോലും ഫീൽ ചെയ്യാൻ കഴിയാത്ത ആളുകളാവുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലേഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, റെഗുലേഷൻസ്. ഏത് അളവിൽ വേണം നമുക്ക് ഇമോഷൻ എടുക്കാൻ, ഏതൊക്കെ ഇമോഷനെ കൊണ്ടുവരണം, എത്രത്തോളം കൊണ്ടുവരണം ഇമോഷനെ, അങ്ങനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ റെഗുലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? പ്രിപ്പറേഷൻ. ആക്ടേഴ്സ് ട്രൂത്ത് കംസ് ഔട്ട് ഓഫ് പ്രിപ്പറേഷൻ. ഉറപ്പായിട്ടും
ഏത് ആക്ടറായി കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ അയാൾ എടുക്കുന്ന സെൽഫായിട്ടുള്ളൊരു പ്രിപ്പറേഷനുണ്ട്. ആ പ്രിപ്പറേഷനാണ് നമ്മളെ എന്തിലാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത്? അവനവൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ, ബോഡി മൈൻഡ് വോയിസ് എന്ന് പറയുന്ന ആക്ടേഴ്സിൻ്റെ ബേസിക് ഇൻസ്ട്രുമെൻറ്റിലാണ് പണിയെടുക്കുന്നത്. അങ്ങനെ ആ ഇൻസ്ട്രുമെൻ്റൽ വർക്ക് നമ്മൾ ചെയ്തു വരുന്നതോടെ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ളവരായിട്ട് മാറുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇമാജിനേഷൻ എന്നുള്ളത്. ഇമാജിനേഷൻ നോക്കൂ, നമ്മളൊരു ഗിവൺ സർക്കംസ്റ്റൻസസിൽ, സാങ്കല്പികമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ് ആ കഥാപാത്രം. അവിടേക്കാണ് നമ്മൾ എത്താനുള്ളത്. അപ്പോൾ ഇമാജിനേഷൻ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്. അല്ലാതെ നമ്മളൊരു ഇമോഷണൽ അറ്റാക്ക് നടത്തുകയല്ല വേണ്ടത്. ഇമോഷണൽ വയലൻസ്, നമ്മുടെ തന്നെ ഇമോഷൻസിനെ വയലൻസ് കാണിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് നമ്മളിൽ തന്നെ ഇന്നർ വേൾഡിനെ പ്രിപ്പറേഷൻസിലൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് എപ്പോഴാണോ ആവശ്യം ആ ആവശ്യമുള്ള സമയത്തേക്ക് അത് വരിക എന്നുള്ള കാര്യം ആണ് നടക്കുക. അങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് ഇമോഷൻസ് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻസ്, ആ പ്രിപ്പറേഷൻസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അവെയർനെസ്, ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. നോക്കൂ, വി കനോട്ട് ആക്സസ് വാട്ട് വി കനോട്ട് റെക്കഗ്നൈസ്, അല്ലേ? നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും? പല ആക്ടേഴ്സും എന്നോട് പറയാറുണ്ട്, എനിക്ക് ഇത് ഫീൽ കിട്ടുന്നില്ല, എനിക്ക് ഈ ഫീല് മനസ്സിലാവുന്നില്ല, ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. എന്തുകൊണ്ടാണ്? കാരണം you are not ready to receive that subtle sensations. ചുറ്റുപാടുമുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ തരുന്ന സട്ടിൽ സെൻസേഷൻസിനെ റിസീവ് ചെയ്യാനുള്ള കഴിവിലല്ല നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കതിലേക്ക് എങ്ങനെ എത്തിച്ചേരാനായിട്ട് പറ്റും? അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരു എക്സസൈസ് ഞാൻ പറയാം. ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം യു ജസ്റ്റ് വാച്ച് യുവർ സെൽഫ്, ഒബ്സർവ് യുവർ സെൽഫ്. വാട്ട് ഈസ് ദ ഫീലിംഗ് ഐ എം ഗോയിങ് ത്രൂ? ഞാൻ കടന്നു കൊണ്ടിരിക്കുന്ന എൻ്റെ ഫീലിംഗ് എന്താണ് ആ സമയത്ത്, ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്താണ് എൻ്റെ, വാട്ട് ഈസ് ദ ഫീൽ റൈറ്റ് നൗ എന്നുള്ളത് നോക്കുക. ആൻഡ് വേർ ഇൻ മൈ ബോഡി ഇറ്റ് ക്രിയേറ്റ്സ് മൂവ്മെൻറ്റ്സ്. എൻ്റെ ശരീരത്തിൽ എവിടെയാണ് ആ ഫീല് ചലനങ്ങൾ ഉണ്ടാക്കുന്നത്? ഏതൊക്കെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് നടക്കുന്നത്? ഈസ് മൈ ബ്രെത്ത് ഷാലോ ഓർ ഡീപ്പ്? സ്വയം പരിശോധിക്കുക. അങ്ങനെ അത്രയും ആഴത്തിൽ നിങ്ങൾ സ്വയം പരിശോധിക്കാൻ തുടങ്ങുക, നിങ്ങളെ തന്നെ പരിശോധിക്കാൻ തുടങ്ങുക. അപ്പോൾ എന്താ ഉണ്ടായി വരുന്നത്? ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ആങ്കർ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജോ മസിൽസ് എല്ലാം ടൈറ്റൻ ആവാൻ തുടങ്ങും. നമ്മളുടെ ശരീരത്തിലെ ഓരോ മസിലുകളും അങ്ങനെ വലിഞ്ഞു മുറുകാൻ തുടങ്ങും. നിങ്ങൾ സാഡായിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ ഹൃദയം അങ്ങനെ ദുർബലമാവാൻ തുടങ്ങും. ഈ ചെസ്റ്റ് ഏരിയ ദുർബലമാവാൻ തുടങ്ങും, ലൂസൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഫിയറിലിരിക്കുന്ന സമയത്തോ നമ്മുടെ ബ്രെത്ത് വളരെ ഫാസ്റ്റ് ആവാൻ തുടങ്ങും ചില സമയത്ത്, അല്ലെങ്കിൽ വളരെ ഷേലോ ആയിട്ടുള്ള ബ്രെത്താവും നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈച്ച് ഇമോഷൻ ഹാസ് ഗോട്ട് ഫിസിക്കൽ സിഗ്നേച്ചർ. ഓരോ ഇമോഷനും ഉണ്ട് ഓരോ ഫിസിക്കൽ സിഗ്നേച്ചർ. അത് കണ്ടുപിടിക്കാൻ തുടങ്ങുക. അങ്ങനെ വ്യത്യസ്തമായ ഇമോഷൻസിൻ്റെ ഫിസിക്കൽ സിഗ്നേച്ചേഴ്സ് എന്താണെന്ന് അവനവൻ്റെ ശരീരത്തിൽ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഇമോഷണൽ വൊക്കാബുലറിയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇമോഷണൽ വൊക്കാബുലറി ഉള്ള ആക്ടേഴ്സായിട്ട്, മനുഷ്യരായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ എന്തുണ്ടാവും? നിങ്ങൾക്കറിയാം, നിങ്ങൾ അവെയറാണ് നിങ്ങളുടെ ഇന്നർ മാപ്പിനെ കുറിച്ച്, മാനസികവും ശാരീരികവുമായ സഞ്ചാര പഥങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നോക്കേണ്ടത് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതായത്
പല ആക്ടേഴ്സും ഏറ്റവും കൂടുതൽ ബ്ലോക്ക്ഡ് ആവുന്ന ഒരു ഏരിയ ആണ് ആ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്. അതായത് ഒരു ഡീപ്പർ ഇമോഷൻസിലേക്ക് കടക്കുമ്പോഴേക്കും അവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും, ഇമോഷണലി ഞാൻ ബ്രേക്ക് ഡൗൺ ആവും, ഞാൻ ഇല്ലാതായി പോവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെന്താ വേണ്ടത്? റെഗുലേഷൻ, അല്ലേ? ഇമോഷണൽ റെഗുലേഷനാണ് അവിടെ നടത്തേണ്ടത്. ഇപ്പോൾ നമ്മുടെ സാൻഫോർഡ് മൈസൂറിനെ പോലെയുള്ള ടീച്ചേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ട്രൂത്ത്ഫുള്ളായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലാണ്. അവിടെ ഒരിക്കലും നമ്മുടെ ഇമോഷണൽ ഡാമേജ് നമുക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ ഡീപ്പർ ഇമോഷൻസിനെ ഫീൽ ചെയ്യണം എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെഗുലേഷനാണ്. അതിന് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യം എന്താണ്? ബ്രെത്ത്, അല്ലേ? ബ്രെത്ത്. ഇഫ് യുവർ ബ്രെത്ത് ഈസ് സ്റ്റേബിൾ, യുവർ നെർവസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. വളരെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഈ ബ്രെത്തിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റേബിൾ ആക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന സമയത്ത് എത്രത്തോളം ഇൻറ്റൻസ് ഇമോഷൻസ് നമ്മൾ എടുക്കേണ്ടി വരുമ്പോഴും നമ്മൾ കൺട്രോൾഡ് ആയിരിക്കും. ഏറ്റവും കൺട്രോൾഡ് ആയിട്ട് ആ ഇമോഷൻസിനെ കൊണ്ടുവരാൻ കഴിയുന്നവരായിട്ട് നമ്മൾ മാറും. അതാണ് ആക്ടേഴ്സിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ഇൻ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ മെച്യൂർഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആവേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇനി അടുത്തൊരു കാര്യമാണ് ഇമോഷണൽ ട്രോമ എന്ന് പറയുന്നത്. ട്രോമ നമുക്ക് വളരെ ദുഃഖിച്ച് കരയേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അത്തരം ഒരു സീനാണ്. അപ്പോൾ മിക്കവാറും കുറേ ആക്ടേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ സ്വയം അനുഭവിച്ചിട്ടുള്ള പല ട്രോമാസിനെയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കരയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇഫ് യു ആർ ഇമോഷണലി സ്റ്റേബിൾ, നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്കൊരു ടൂളായിട്ട് അതിനെ ഉപയോഗിക്കാൻ കഴിയും. അത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. പക്ഷേ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? ഇമാജിനേഷൻ. അതാണ് ഒരു ആക്ടറുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടൂളായിട്ട് മാറേണ്ടത്. ഇമാജിനേഷൻ. ഗിവൺ സർക്കംസ്റ്റൻസസിനെ ബിലീവ് ചെയ്യാനുള്ള കഴിവ് അതുണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, റിലേഷൻഷിപ്പ്, ഒരു ക്യാരക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിനെ വിശ്വസിക്കുക. നിങ്ങൾ ആ സാഹചര്യത്തിൽ ഗിവൺ സർക്കംസ്റ്റൻസസിൽ അത് വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങൾ കഥാപാത്രത്തിൻ്റെ അതിനെ നേരിടുക. അത് എന്ത് തന്നെയായി കഴിഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. അങ്ങനെ ഇമാജിനേഷൻ്റെ ലോകം നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ തുടങ്ങുന്നതോടെ നമ്മൾ കുറേയും കൂടിയും ഈസിലി ആക്സസബിളായിട്ട് മാറും. എല്ലാ ഇമോഷൻസിനോടും ആക്സസബിളായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. സി, യു ആർ നോട്ട് ഡിഗിങ് വൂൺസ്, യു ആർ ആക്ടിവേറ്റിംഗ് യുവർ ഇമാജിനേഷൻ. അതാണ് നമ്മൾ ചെയ്തെടുക്കാനുള്ളത്. ആ ഇമാജിനേഷൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ആ പൂർണ്ണതയിൽ നിൽക്കുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് ഒട്ടും അനായാസമായിക്കൊണ്ട് ആ ഇമോഷൻ നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ ക്രാഫ്റ്റ്, ദാറ്റ് ഈസ് ആക്ടേഴ്സ് ക്രാഫ്റ്റ്. സി, ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ മാജിക് ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് മാജിക്. യു നോ, ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഈസ് എ മസിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഇമോഷൻ മസിലാവുന്നത്? യെസ്, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മസിലുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു, ട്യൂൺ ചെയ്യിപ്പിക്കുന്നു, അതുപോലെ ഇമോഷനെയും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇമോഷൻസിനെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെ വഴികളിലൂടെ പോകണം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് 4 എക്സസൈസുകളാണ് ഇന്നിവിടെ തരാൻ പോകുന്നത്. ആദ്യത്തെ എക്സസൈസ് വാച്ചിങ് യുവർ ബ്രെത്ത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞു, നമ്മൾ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ശ്വാസോച്ഛ്വാസം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ആദ്യം ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഏറ്റവും സ്വസ്ഥമായൊരു സ്ഥലത്ത് നിങ്ങളിരിക്കുക. ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു സ്ഥലത്ത് ആദ്യം. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്റ്റർബൻസിലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യം ഏറ്റവും കംഫർട്ടബിളായുള്ള ഒരു സ്ഥലത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് ഇരിക്കുക. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. യു ഡോണ്ട് ജഡ്ജ്, ജസ്റ്റ് ഒബ്സർവ് യുവർ ബ്രെത്ത്, വിറ്റ്നസ് യുവർ ബ്രെത്ത്. ആ ഒരു ശ്വാസം ഇൻഹലേഷൻ വരുമ്പോൾ നമ്മുടെ
അബ്ഡോമിനൽ ഏരിയ മേലേക്ക് ഉയരുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സ്ലോലി ആ അബ്ഡോമിനൽ ഏരിയ താഴുന്നതും നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട എക്സസൈസ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ എക്സസൈസിലേക്ക് കടക്കും. ഇമോഷണൽ കളറിങ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ഡയലോഗ് എടുക്കുക, എനി ഡയലോഗ്. ഐ വിൽ സീ യു ടുമോറോ എന്നുള്ളൊരു ഡയലോഗ് എടുക്കുക. അപ്പം നാളെ ഞാൻ നിന്നെ കണ്ടോളാം. ഈ ഒരു ഡയലോഗ് ഒരു പ്രണയത്തിൽ ഉള്ള അവസ്ഥയിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക. ഏറ്റവും ലവബിളായിട്ട് ഞാൻ നിന്നെ കണ്ടോളാം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു നോക്കുക, അവനവനിൽ പറഞ്ഞു നോക്കുക. ആൻഡ് ദെൻ ചേഞ്ച്. ആങ്കറോട് കൂടിയിട്ട് ആ ഡയലോഗ് പറയാം. നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് ഞാൻ നിന്നെ കണ്ടോളാം, അല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ കണ്ടോളാം എന്നുള്ളത് പറയാം. അതിനുശേഷം ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്, ആകെ തളർന്ന അവസ്ഥയിൽ ഇതേ ഡയലോഗ് വീണ്ടും പറയാം, ഞാൻ നാളെ നിന്നെ കണ്ടോളാം എന്നുള്ള അവസ്ഥ. ഇങ്ങനെ വ്യത്യസ്ത ഇമോഷൻസിലേക്ക് നിങ്ങൾക്ക് കടന്നു പോവാം. അങ്ങനെ ഓരോ ഇമോഷൻസിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തന്നെ വാച്ച് ചെയ്യുക. എന്ത് തരം ചേഞ്ചസ് ആണ് നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രമാത്രം ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഓരോ ഇമോഷനിലും നമ്മളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളിൽ വരുന്ന മാറ്റം, ശ്വാസോച്ഛ്വാസത്തിൽ വരുന്ന മാറ്റം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ആ ശ്രദ്ധയാണ് നിങ്ങളെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ എക്സസൈസ്, സെൻസറി റീകോൾ. നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു സ്ഥലത്തിരിക്കുക, വളരെ സ്വസ്ഥമായൊരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് രണ്ട് കൈക്കുമ്പിളിൽ, ഈ കൈക്കുമ്പിളിൽ നിങ്ങൾ ഐസ് ക്യൂബ്സ് വെച്ചതാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ ഐസ് ക്യൂബുകൾ ഇരിക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെ നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുക. ഇറ്റ്സ് എൻ ഇമാജിനറി സിറ്റുവേഷൻ അല്ലേ? നമ്മൾ ആക്ടേഴ്സ് ഇമാജിനറി സിറ്റുവേഷനിൽ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ഇമാജിനറി സിറ്റുവേഷനിൽ ഈ സെൻസറി ഫീലിങ്ങിനെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ആൻഡ് ഫീൽ ദാറ്റ് ടെക്സ്ചർ. ആ ഐസ് ക്യൂബിൻ്റെ ടെക്സ്ചർ നിങ്ങൾ സ്വയം ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ സെൻസറി ഓർഗൻസ് ഓപ്പൺ അപ്പായി വരുന്നു. നിങ്ങളുടെ ജസ്റ്റ് ഇമാജിനേഷനെ കൊണ്ട് മാത്രം സെൻസറി ഓർഗൻസ് ഓപ്പൺ അപ്പായി വരുന്നു. അങ്ങനെ എത്രത്തോളം സെൻസറി ഓർഗൻസിനെ ഓപ്പൺ അപ്പ് ചെയ്യിപ്പിക്കാമോ വ്യത്യസ്തമായ സെൻസറി ഫീലുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു എക്സസൈസ്. അടുത്ത നാലാമത്തെ എക്സസൈസ്, മൈക്രോ എക്സ്പ്രഷൻ പ്രാക്ടീസ് ചെയ്യുക. മൈക്രോ എക്സ്പ്രഷൻസ്, അതായത് മിററിന് മുന്നിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്യാമറ, മൊബൈൽ വീഡിയോ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ഇമോഷനെ പതിയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മുഖത്തേക്ക്, ശരീരത്തിലേക്ക് വളരെ സൂക്ഷ്മമായിട്ടൊരു ഇമോഷനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആ ഇമോഷനിൽ നിന്നും പതിയെ മറ്റൊരു ഇമോഷനിലേക്ക് പതിയെ മാറുക. അങ്ങനെ ഓരോ ഇമോഷനിൽ നിന്നും മറ്റൊരു ഇമോഷനിലേക്ക് മാറി 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 പോയിക്കൊണ്ടേയിരിക്കുക. അവസാനം നിങ്ങൾ മിററിന് മുന്നിലാണെങ്കിൽ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ണുകളിലുണ്ടാകുന്ന മാറ്റം, ശ്വാസോച്ഛ്വാസത്തിലെ മാറ്റം, ഷോൾഡേഴ്സിലുണ്ടാകുന്ന മാറ്റം, ഓരോ ഇമോഷൻസിനും അനുസരിച്ച് നിങ്ങളുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ, ആക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ഓ എത്ര ഗംഭീരമായിട്ട് ഇങ്ങനെ സ്വിച്ച് ഇടുന്നത് പോലെ ഇമോഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, എന്ത് പണിയാണ് അവർ, അതപ്പോൾ അത് ഈസി ആയിട്ടുള്ള പണിയാണ് എന്നാണ് വിചാരിക്കുന്നത്. അത്രത്തോളം ഇന്നർ വേൾഡിനെ വർക്ക് ചെയ്യുമ്പോഴാണ് ആ അനായാസത എത്തുന്നത്. ഇന്നർ വേൾഡിനെ വർക്ക് ചെയ്യുമ്പോഴാണ്. ആ ഇന്നർ വേൾഡിനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ സമയത്ത് റിയാക്ഷൻ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. ഏതാണോ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഓൺ ഡിമാൻഡ് ഇമോഷൻ, ഇറ്റ് ഈസ് ഓൺ ഡിമാൻഡ് ഓപ്പൺനെസ്. അതാണ് ഓൺ ഡിമാൻഡ് ഓപ്പൺനെസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണ് ആ ഓൺ ഡിമാൻഡ് ഓപ്പൺനെസ് ഉണ്ടാവുക? പ്രിപ്പറേഷനിലൂടെ, ട്രെയിനിങ്ങിലൂടെ, അവനവനെ തന്നെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ, അവനവനെ തന്നെ സ്വയം പ്രിപ്പറേഷൻസിലൂടെ കടത്തിവിടുന്നതിലൂടെ അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്താണ് ഞാൻ പറയുന്നത്? ഓൺ ഡിമാൻഡ് ഇമോഷൻ അല്ല ആവശ്യം. അവിടെ നമ്മൾ ഫോഴ്സ് ചെയ്യും. നിങ്ങൾ പ്രിപ്പറേഷനിൽ ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നത്. പ്രിപ്പറേഷൻ എന്താണ്? ചില സമയത്ത് നമുക്ക് അയ്യോ ഡയലോഗ് എനിക്ക് അത് ബൈ ഹാർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയന്ന് നിൽക്കുന്നത് പ്രിപ്പറേഷനില്ലായ്മയാണ് അല്ലേ?
അവിടെ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് ഇമോഷൻ എടുക്കേണ്ടി വരും ബോധപൂർവം. നോ, ആ ഓൺ ഡിമാൻഡ് ഓപ്പൺനെസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നമ്മൾ നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആക്ടേഴ്സിന് മാത്രമല്ല കേട്ടോ, അല്ലേ? ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യർക്ക് ഇമോഷണൽ അവൈലബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, അത്ഭുതകരമായ മാറ്റങ്ങളെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ എക്സസൈസുകൾ ഇന്നൊന്ന് ചെയ്തു നോക്കൂ. ഇത് നാളേക്ക് വെക്കേണ്ട കാര്യമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരാറുള്ളത് ആക്ടേഴ്സിന് നമ്മൾ പല പല എക്സസൈസുകൾ കൊടുക്കും. അവർ ഒരു പക്ഷേ അതൊന്ന് ആ സമയത്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പിന്നെ അത് വിട്ടുകളയും. ഒരിക്കലും റിപ്പിറ്റേഷൻ ഈസ് ദ കീ, അല്ലേ? വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ മാറ്റം സ്വാഭാവികമായി വരുന്നത്. നമ്മൾ എത്രയോ വർഷങ്ങളോളം ജീവിച്ച് പലതരത്തിൽ നമ്മൾ ബ്ലോക്സുകൾ ഉണ്ടാക്കി വെച്ച മനുഷ്യരാണ് നമ്മൾ. ആ ബ്ലോക്സുകളെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു എക്സസൈസ് കൊണ്ട് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല, അത് നമുക്കറിയാലോ. റിപ്പീറ്റഡ്ലി അത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ മനുഷ്യരും ലോകത്തെ എന്താ പറയുക, എല്ലാ മനുഷ്യരും എങ്ങനെയാണ് നമ്മൾ മറ്റു മനുഷ്യരുമായിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളാണ്, അല്ലേ? ഒരു കൂട്ടത്തിൽ ജീവിക്കുന്ന, സമൂഹത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം എന്നാണ് ബെർത്തോൾട്ട് ബ്രൈറ്റ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ആ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഇമോഷണലി നിങ്ങൾ അവൈലബിൾ ആണെങ്കിലോ നിങ്ങളെ കേൾക്കാൻ ആളുണ്ടാവും, നമ്മൾ പറയുന്നത് കേൾക്കാനും ആളുണ്ടാവും. അതുപോലെ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ആൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഇഷ്ടമായില്ല, യു റിയാക്ട് ക്വിക്ക്ലി. അത് എന്താണെന്ന് ആലോചിക്കാതെ, ആ ഇമോഷണൽ റെഗുലേഷൻ ഇല്ലാതെ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് അബദ്ധത്തിൽ ചെന്ന് വീഴാം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാം. പക്ഷേ ആ ഇമോഷണൽ റെഗുലേഷൻ അറിയുന്ന, അവൈലബിലിറ്റി ഉള്ള മനുഷ്യരാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസിബിളായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നവരായിട്ട് നമ്മൾ മാറും. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, സംവേദനം. മറ്റു മനുഷ്യർക്കിടയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദിക്കാനുള്ള കഴിവ്, അതുണ്ടാക്കിയെടുക്കും. അതുപോലെ എത്രത്തോളം ഇമോഷണലി നിങ്ങൾ അവൈലബിൾ ആണോ അത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആഴമുള്ളതാക്കാൻ പറ്റും, ഡീപ്പാക്കാൻ പറ്റും, സ്ട്രോങ് ആക്കാനായിട്ട് കഴിയും. അത് ഒരാൾ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല, അല്ലേ? ജീവിതത്തിൽ ഒരുപാട് മനുഷ്യർ ആ അർത്ഥത്തിലേക്ക് വളർന്നു വരുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സൊസൈറ്റി, മനുഷ്യത്വമുള്ള ഒരു സൊസൈറ്റിയും ഉണ്ടായി വരുന്നത്. അങ്ങനെ നമ്മളെ വിവിധ മേഖലകളിൽ മാറ്റി തീർക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രകടനമല്ല. ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പ്രകടനമല്ല. ഇറ്റ് ഈസ് ഡിസിപ്ലിൻഡ് സെൻസിറ്റിവിറ്റി. മനസ്സിലായോ? അതായത് നമ്മളത് അതിനുവേണ്ടി പണിയെടുത്തിട്ട് തന്നെയാണ്, അതിന് പലതരത്തിലുള്ള പണിയെടുത്തുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഡിസിപ്ലിൻ സെൻസിറ്റിവിറ്റി. ആ സെൻസിറ്റിവിറ്റിയിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാനായിട്ട് കഴിയട്ടെ. അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിന് ഒബ്സർവേഷൻ അവനവനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. സ്റ്റേ ഇമോഷണലി അവേക്ക്. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.